എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് വൈകിട്ടത്തേക്കൊരു നാളുമായി പലഹാരം എടുക്കാൻ പോകണം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് വേറിട്ട് പപ്പടം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബോളി ഉണ്ടാക്കി നോക്കാം. അതിന് ഞാൻ വേണ്ടുന്നത് ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ഒരു പാത്രം അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർക്കണം. ആവശ്യത്തിന് മാത്രം. അത് കാശ്മീരി കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി ചേർക്കണം. ജീരകം വേണം. കുറച്ച് പെരുംജീരകം കൂടാണ് ഇടുന്നത്. എള്ളാണ് വേണ്ടത്. പക്ഷെ എനിക്ക് വെള്ളിയിരിക്കില്ല. അതുകൊണ്ട് ഞാനത് പെരുംജീരകമാണ്. അതിൻ്റെ നല്ല ജീരകം ചേർത്ത് കുറച്ച് പെരുംജീരകം ചേർത്ത് ഒത്തിരി വേണ്ട ഒരു ശകലം ഉപ്പ്. പപ്പടത്തിന് ഉപ്പുള്ളത് നമുക്ക് ഒരു ശകലം കുറച്ച് ഉപ്പ് ചേർക്കണം. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകി കറക്കിയെടുക്കണം. ചൂടായാലും കുഴപ്പമില്ല. ഈ പരിവത്തിൽ നമുക്ക് മുക്കി തയ്യാറാക്കിയെടുക്കണം. ഒത്തിരി ഉപ്പൊന്നും ചേർക്കേണ്ട. കാര്യം നമ്മുടെ പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ. ചീനിച്ചട്ടി അടുപ്പേ വെച്ച് നമ്മുടെ എണ്ണ ഒഴിച്ച് ചീനിച്ചട്ടിക്കകത്തോട്ട് ഇങ്ങനെ ചൂടായി കിടക്കണം. അതിനകത്തോട്ട് നമ്മൾ ഈ പാത്രത്തിൽ ഞാൻ ഈ 8 പപ്പടം എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെയിലത്തിട്ട് ചൂടാക്കി എടുത്തതാണ്. നമ്മൾ വാങ്ങിച്ച പപ്പടമാണ്. അപ്പോൾ ഒന്ന് തണുത്ത പോലെ ഇരിക്കുന്നത് വെയിലത്തിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങിച്ച പപ്പടം അതിൻ്റെ തണുത്ത പോലെ ഇരിക്കുക. അതുകൊണ്ട് ഞാൻ വെയിലത്തിട്ട് ഒന്ന് ചൂടാക്കി 5 മിനിറ്റ് അപ്പുറം ഉപ്പം തിരിച്ചിട്ട് ചൂടാക്കി എടുത്ത പപ്പടമാണ്. ഇത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാത്രത്തിലോട്ട് മുക്കുവാണ്. ഒരു മുക്ക് മുക്കിയാൽ മതി. ഇതങ്ങോട്ട് നമ്മൾ എണ്ണ ചൂടായി കിടക്കാൻ എണ്ണയ്ക്കകത്തോട്ട് ഒത്തിരി തീയിട്ട് നമ്മൾ എടുക്കരുത്. കുറച്ച് തീ കുറച്ച് വെച്ച് വേണം നമ്മൾ എടുക്കാൻ. ഒത്തിരി തൊട്ട് കുറയ്ക്കാനും പോകരുത്. അങ്ങനെ തിരിച്ച് നോക്കിയിട്ട് ഒത്തിരി വലിയ പപ്പടമൊന്നും എടുത്ത് ചെറിയ പപ്പടം എടുത്തത് ചെറിയ പപ്പടമാണ് എടുത്തത്. വലിയ പപ്പടമാണെങ്കിൽ വലിയ പൂളിയായിട്ട് എടുക്കണം. ഇത് കൊച്ചു പപ്പടമാണ് കൊച്ചു പൂളിയായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്.